ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി. രാജ്യസുരക്ഷയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ബി.ജെ.പി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. സങ്കൽപ് പത്ര എന്ന പേരിട്ടിരിക്കുന്ന പ്രകടന പത്രിക ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പത്രിക പുറത്തിറക്കിയത്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള എല്ലാ വഴികളും തേടും. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. പൗരത്വ ഭേദഗതി ബിൽ പാസാക്കും. സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കും. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഭരണഘടന ഭേദഗതി ചെയ്യും. 60 വയസ്സ് കഴിഞ്ഞ ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷൻ നൽകും. കർഷകർക്ക് 1 മുതൽ 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കും. തുടങ്ങി 75 വാഗ്ദാനങ്ങളുമായാണ് പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയായതിനാലാണ് 75 ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാഷ്ട്ര സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയായ സങ്കൽപ് പത്ര പുറത്തിറക്കിയിരിക്കുന്നത്. ഭീകരർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുന്ന പ്രകടന പത്രികയിൽ തീവ്രവാദികളോട് ബി.ജെ.പിക്ക് മൃദു സമീപനം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നു. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന തീരുമാനത്തിന് പുറമെ ഏക സിവിൽ കോഡ് നടപ്പാക്കും. അനധികൃത കുടിയേറ്റം ഒഴിവാക്കും. ആർട്ടിക്കിൾ 370 എന്നിവ റദ്ദാക്കുമെന്നും പറയുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 370. ഗ്രാമീണ കുടുംബാംഗങ്ങളെ ലക്ഷ്യമിട്ട് ഗ്രാമസ്വരാജ് നടപ്പാക്കും. എല്ലാ കുടുംബങ്ങൾക്കും 2022 സ്ഥിരമായ പാർപ്പിടം. 2024 എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കും. അടിസ്ഥാന വികസനത്തിന് 2024 100 ലക്ഷം കോടിയുടെ നിക്ഷേപം. കർഷകർക്ക് വർഷത്തിൽ 6000 രൂപയും 60 വയസ്സിന് മുകളിലുള്ള ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷനും നൽകും. എല്ലാ നഗരങ്ങളെയും തുറന്ന സ്ഥലത്തെ മലമൂത്ര വിസർജന രഹിതമാക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം ഒറ്റ സംഖ്യയിലേക്ക് കുറയ്ക്കുമെന്നും പ്രകടന പത്രിക പറയുന്നു. സങ്കൽപ് പത്രിക എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രിക ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പത്രിക പുറത്തിറക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.